ശ്വേതാ മേനോനെതിരായ കേസ് നടപടികൾക്ക് സ്റ്റേ. ഹൈക്കോടതിയുടേതാണ് ഇടക്കാല ഉത്തരവ്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നുവെന്ന് ഹൈക്കോടതി. ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് VG അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ്. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ നടപടികൾക്കാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ നിലനിൽക്കുന്നുവെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, ശ്വേതാ മേനോനെതിരെ അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് ധനസമ്പാദനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത കേസിന്റെ തുടർ നടപടികളാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടഞ്ഞിട്ടുള്ളത്. ഇനി ഈ ശ്വേതാ മേനോന്റെ ഹർജി പരിഗണിക്കുന്ന അന്ന് വരെയാണ് ഈ തുടർ നടപടികൾ തടഞ്ഞുകൊണ്ടുള്ള സ്റ്റേയുടെ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശ്വേതാ മേനോൻ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുള്ള വാദങ്ങളൊക്കെ തന്നെ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നുള്ള ഒരു നിരീക്ഷണം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. കേസിന്റെ കൂടുതൽ മെറിറ്റിലേക്കൊന്നും താൻ കടക്കുന്നില്ല, മറിച്ച് ഈ സ്റ്റേ ഇടക്കാല ഉത്തരവ് ഇടുന്നു എന്നുള്ളതാണ് ജസ്റ്റിസ് VG അരുൺ പറഞ്ഞത്. അതുമാത്രമല്ല, എറണാകുളം CJM കോടതിയോട് നിലവിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. ഈ സ്വകാര്യ അന്യായം ലഭിച്ചതിന് ശേഷം ഏത് വിധത്തിലാണ് ആ അന്യായം ഫയലിൽ സ്വീകരിച്ചത്, അതിന്റെ നടപടിക്രമങ്ങൾ ഏത് വിധത്തിലായിരുന്നു, ഒപ്പം തന്നെ നിയമാനുസൃതമായിട്ടാണോ ഈ സ്വകാര്യ അന്യായം ഫയലിൽ സ്വീകരിച്ചത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദാംശങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതോടൊപ്പം തന്നെ കേസെടുത്ത എറണാകുളം സെൻട്രൽ പോലീസും റിപ്പോർട്ട് നൽകാനും ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രജിസ്റ്റർ മുഖേനയാണ് മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. പ്രധാനമായിട്ടും ശ്വേതാ മേനോൻ ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് താൻ അമ്മ താരസംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അതിനിടയിലാണ് തനിക്കെതിരെ ഈ ഒരു കേസ് വന്നിരിക്കുന്നത്. ഈ പരാതിക്കാരന്റെ ഉദ്ദേശം അത് ഗൂഢമാണ്. ചില ഗൂഢലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരൻ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് മജിസ്ട്രേറ്റ് കോടതി ഈ സ്വകാര്യ അന്യായം ഫയലിൽ സ്വീകരിച്ചത്. ഒപ്പം തന്നെ തനിക്കെതിരായിട്ടുള്ള നീതി നിഷേധമാണ് ഈ കേസിന്റെ തുടർ നടപടികൾ അത് തുടരുന്നതിലൂടെ ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, മൗലികമായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഈ കേസിനെ വ്യാഖ്യാനിക്കേണ്ടതെന്നും ശ്വേതാ മേനോൻ വാദമെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അതുകൂടാതെ പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമ അത് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ ഒരു സിനിമയാണ്. മറ്റ് സിനിമകളൊക്കെ തന്നെ, അതായത് ഈ 3 സിനിമകളുടെ പേരിലാണ് തനിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ 3 സിനിമകളും സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമകളാണ്. അതിനിടയിൽ തന്നെ വർഷങ്ങൾക്കിപ്പുറം ഇത്തരം ഒരു പരാതി വരുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണമുണ്ട് എന്നുള്ളതായിരുന്നു ശ്വേതാ മേനോന്റെ വാദം. ഈ വാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ശ്വേതാ മേനോനെതിരായിട്ടുള്ള കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. എന്തായാലും ശ്വേതാ മേനോനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ്. അതുമാത്രമല്ല, ഹൈക്കോടതിയുടെ ആ നിരീക്ഷണം, അതായത് പ്രഥമ ദൃഷ്ട്യാ വാദങ്ങൾ നിലനിൽക്കും, അതോടൊപ്പം തന്നെ നിയമ നടപടിക്രമങ്ങൾ എറണാകുളം CJM കോടതി പാലിച്ചില്ല, ഈ നിരീക്ഷണങ്ങൾ ഈ കേസ് റദ്ദാക്കുന്നതിലടക്കം വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും കേസ് അപ്പാടെ റദ്ദാക്കണമെന്നുള്ളതാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഇടക്കാല ആവശ്യം എന്നുള്ള രീതിയിലാണ് സ്റ്റേ വേണമെന്നുള്ളത് ശ്വേതയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അത് ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു. ഇനി വിശദമായിട്ടുള്ള വാദഗതികൾ ഹൈക്കോടതിയിൽ നടക്കും. അത് പക്ഷേ പോലീസിന്റെയും അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റ് കോടതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് വിശദമായിട്ട് വാദം കേൾക്കുക. എന്തായാലും ഇക്കഴിഞ്ഞ 30-ാം തീയതിയാണ് മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഫയൽ ചെയ്ത സ്വകാര്യ അന്യായം ഫയൽ സ്വീകരിച്ചുകൊണ്ട് CJM കോടതി നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് ശ്വേതാ മേനോനെതിരെ കേസെടുത്തത്. അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. അതിനിടയിലാണ് ശ്വേതാ മേനോൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചുകൊണ്ട് സ്റ്റേ ആവശ്യം മുന്നോട്ട് വെച്ചത്. അത് ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. സുരേഷ്, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.